എന്തിനാ നിങ്ങളിങ്ങനെ അപ്സെറ്റ് ആവുന്നേ? നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ആ കാര്യത്തിൽ എനിക്കൊരു സ്വാർത്ഥതയും ഉണ്ട്. ശരിക്കും പറഞ്ഞാ എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായി. വളരെ ബ്യൂട്ടിഫുൾ ആണ് അവളെ കാണാൻ. അവള് ശരിക്കും ഒരു അത്ഭുതമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അവളോട് ദേഷ്യം ഉണ്ടായിരിക്കാം, അത് നിങ്ങളുടെ പേഴ്സണലാണ്. എന്നാൽ എന്റെ ഫീലിങ്സ് മറ്റൊന്നാണ്. ആ രീതിക്ക് ഞാൻ അവളോട് സംസാരിച്ചോളാം. ഇനി എന്ത് സംസാരിക്കാനാ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ട് അത് കാണിക്കേണ്ട ആളെ ഞാൻ വിളിച്ചോണ്ട് വന്നപ്പോ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടോ അപ്രത്യക്ഷമായി. അതേ സമയത്ത് ആ വേദാന്ത് വന്ന് എന്നോട് എന്തോ ചോദിച്ചു. എന്നാൽ ഞാൻ കുറച്ചു സമയം കൂടെ സംസാരിക്കാൻ ട്രൈ ചെയ്തതാ. ബട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞയക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആരോട് എന്ത് സഹായം ചോദിച്ചാലും അവർക്കത് ചെയ്തു തരാൻ കുറെ സമയം വേണം. Damn it. ഇത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യമല്ല. ഒരിച്ചിരി സമയം എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്റെ തലവരെ ശരിയല്ലാത്തതിന് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഗതികേട്. വിക്കി ചേട്ടാ, ഒരു പാട്ട് പാട്. ചേട്ടൻ നന്നായി പാടുമെന്ന് പറഞ്ഞല്ലോ. ആരാ മോളെ നിന്നോട് ഈ അപവാദം പറഞ്ഞേ? ജസ്റ്റ് കിഡിങ്. സൂപ്പർ കിഡിങ് ആദ്യ. ഇനി ഇതുപോലെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചേട്ടൻ നല്ല പോലെ പാടും. ഓക്കെ വിക്കി ചേട്ടാ, രണ്ടിലൊന്ന് പ്രൂവ് ആവട്ടെ. എന്നാ തുടങ്ങിക്കോ. പാടളിയാ പാട്. സൂപ്പർ ആയിരുന്നു ചേട്ടാ. അളിയ പൊളിച്ചല്ലോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. താങ്ക്സ് അളിയ. ആരതി, എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് നന്നായി പ്ലേ ചെയ്തു വിക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സ്വന്തം ഭാര്യയ്ക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ചെയ്താ പിന്നെ എന്താ വേണ്ട അളിയ? ആ, നീ ഒന്ന് സമാധാനപ്പെട്. ഇതുവരെ നിന്റെ ഭാര്യയായിട്ടില്ല. കല്യാണത്തിന് മുമ്പ് വരെ നീ പാടിക്കൊടുക്കുന്ന പാട്ടൊക്കെ വളരെ നല്ലതാന്നേ പറയുള്ളൂ. പിന്നെ എല്ലാം ശരിയായിക്കോളും. ശരിക്കുള്ള പാട്ട് തുടങ്ങുന്നതേ അതിന് ശേഷമാ. ശരി, നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഏയ്, ഈ പാതിരാത്രിയിൽ എന്ത് ഗെയിമാടി? ദംഷറാട്സ് കളിച്ചാലോ? എന്ന് വെച്ചാ എന്താ മോളെ? മുത്തശ്ശി 2 ടീം ഉണ്ടാക്കും. ആദ്യത്തെ ടീമിൽ ഒരാൾ അപ്പുറത്തെ ടീമിന്റെ ഒരാളോട് സിനിമയുടെ പേര് പറഞ്ഞു കൊടുക്കണം. ആ വ്യക്തി സ്വന്തം ടീമിനോട് മൂകാഭിനയം കാണിച്ച് സിനിമ പേര് പറയിപ്പിക്കണം. ആ ടീമിലുള്ളവർ ഏത് സിനിമയാണെന്ന് ശരിയായി പറഞ്ഞാൽ അവർക്കൊരു പോയിന്റ്. ഓഹോ, എന്നാ കളിക്കാം. ഞാനെന്തായാലും ആരതിയുടെ ടീമാ. ബാക്കിയുള്ളൊരു ടീം ഇട്ടോ. അല്ല, എന്താ ഇത്തവണ ടീം മാറിയത്? വേറൊന്നും കൊണ്ടല്ല, കളിയെങ്ങാനും ഇവള് ജയിക്കാൻ തുടങ്ങിയാ ഞാൻ മാച്ച് ഫിക്സ് ചെയ്തെന്നും പറഞ്ഞ എല്ലാരും വരും. എന്തിനാ വെറുതെ? അത് വിട്ടേക്ക്, നമുക്ക് കളിക്കാൻ തുടങ്ങാം.
അങ്ങനെയാണെങ്കിൽ ഞാനും മുത്തശ്ശിയും ആരതി ചേച്ചിയും വിക്കി ചേട്ടനും ഒരു ടീം. വാട്ട്? ഞാനും അമൂല്യ ഒരു ടീമോ? എന്താ മോനെ, അവളെ വേണ്ടേ? വേണം മുത്തശ്ശി. ഞാനും അമൂല്യ ഒരു ടീമല്ലേ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു. വേദാന്തേട്ടനും അമൂല്യ ചേച്ചിയും ആദി ചേച്ചിയും സിദ്ധാർത്ഥേട്ടനും ഒരു ടീമാണ്. മനസ്സിലായി മനസ്സിലായി. വിടമാട്ടെ നാഗവലിയല്ലേ? പടം മനസ്സിലായി. മണിച്ചിത്താഴ്. നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത്? ഇത്ര ഈസി ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ. നോക്ക്, വിക്കി ചേട്ടന് എത്ര പെട്ടെന്ന് അത് മനസ്സിലായെന്ന്. ആക്ച്വലി അതൊന്നും സിദ്ധാർത്ഥന്റെ പ്രോബ്ലം അല്ല അമൂല്യ. വിക്കി ആരതിയപ്പോ ഒരേ മനസ്സല്ലേ, അവരതുകൊണ്ട് കണ്ണി നോക്കി കണ്ടുപിടിക്കും. ഇതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ കാൻ വിക്കി. ഐ വിൽ കോൾ യു ടുമോറോ. എന്തിനാ ഇങ്ങനെ നടന്ന് തൊള്ള തുറക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? ലോകത്തിന് നന്മ ചെയ്യുന്ന കാര്യത്തിന് സമയം നോക്കേണ്ട കാര്യം എന്താ? നിനക്ക് നന്മ വരാനുള്ള കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് മതി. നല്ലത് പറഞ്ഞ ആർക്കും ഇഷ്ടാവില്ല. ചേച്ചിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ എന്റെ ചേച്ചിക്ക് എന്നെ പിടിക്കുന്നില്ലല്ലോ. നിന്റെ ബിൽഡപ്പ് നിർത്തിയിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ നോക്ക്. അല്ല ചേച്ചി, ആ കാറ്ററിംഗ് നടത്തുന്ന ചേച്ചിയുടെ ബന്ധുക്കൾ വരെ ഇവിടെ വന്ന് എന്തൊക്കെയാ സംസാരിച്ചത്? ചേച്ചി ഒന്നും മിണ്ടിയില്ലല്ലോ. എനിക്ക് പ്രശ്നമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഇത്രയും നേരം ആ കാര്യത്തെക്കുറിച്ചാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാ മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി നിങ്ങളെ പ്ലാൻ നടത്തിക്കൊണ്ടിരുന്നു. അവരവരുടെ പ്ലാനെ എക്സിക്യൂട്ട് ചെയ്യും. നോക്കിയോ, നീ എന്തൊക്കെയാ പറയുന്നേ? പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർ എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ ആരതിയുടെയും വിക്കിയുടെയും കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി അതിന്റെ പേരിടിയിൽ ചടങ്ങ് വരെ നടക്കും. അവിടെ ആരതി കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് കുട്ടാ മുത്തച്ഛൻ ഇതാണ് മുത്തശ്ശി ഇതാണെന്നൊക്കെ പറയുമ്പോ കുഞ്ഞ് നിങ്ങളെ നോക്കും. നിങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കേണ്ടി വരും. ചേടാ, എന്താണ്? ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചുകൂടെ? എന്റെ അമ്മേ. ആ അമൂല്യ മോളെ, നീ ഇങ്ങ് വാ. നിന്നോട് ഞാനൊരു സിനിമാ പേര് പറയാം. ഇതൊക്കെ ഏത് മൂവി മുത്തശ്ശി? ഉണ്ട് മോളെ, ഈ അടുത്ത ഇടയ്ക്ക് റിലീസ് ആയതാ. ഞാനതിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഉറപ്പാണോ മുത്തശ്ശി? അതോ എന്നെ കളിയാക്കാൻ നോക്കാണോ? ഞാൻ ആരെയും കളിയാക്കുന്നൊന്നും അല്ല. ഞാൻ പറഞ്ഞത് തന്നെ. നീ മിണ്ടാതെ പോയി ആക്ട് ചെയ്യും. നിന്റെ ആളത് കണ്ടുപിടിക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാ. റൗഡി കൊച്ചിന്റെ ഫേസ് കണ്ടാൽ തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശി നല്ല ടാസ്ക് ആണല്ലേ കൊടുത്ത അവൾക്ക്. ഇനി കളി കാണാം. കമോൺ റൗഡി കൊച്ചേ, ഇത്തവണത്തെ കപ്പ് നമ്മുടെയാ. എന്റെ ദൈവമേ, എന്തിനാ ഇതൊക്കെ എന്റെ തലയിലേക്ക് വെച്ച് തരുന്നേ? തുടങ്ങും മാഡം. വായാടി മൗനമായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണട്ടെ.
അത് തെറ്റാണ്. ആ ഓടരുത് അമ്മാവ, ആളറിയാം. അതും തെറ്റാ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അവൾ അതൊന്നുമല്ല കാണിച്ചത്. എവിടെ നോക്കിയാ പറയുന്നേ? അത്ഭുത ദ്വീപല്ലേ? ആ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മലയാള സിനിമയുടെ പേര് പറ ചേട്ടാ. ആ കിളിച്ചുണ്ട് മാമ്പഴം. എനിക്ക് കോമഡി കാണാൻ വയ്യ. എങ്ങനെയുണ്ട് നമ്മുടെ മുത്തശ്ശി കൊടുത്ത പണി? നിങ്ങളുടെ കാര്യം വല്ലാത്ത ബിൽഡപ്പ് ആയി പോയി. ഇതിന് നിങ്ങൾ ആൻസർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. വേദാന്ത ചേട്ടൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. നോക്കിക്കോ. മിണ്ടാതിരി ആദ്യ. ഇവരുടെ എന്ത് പ്രേമോ? അവളുടെ മനസ്സിന്ന് പറഞ്ഞിട്ട് പോലും ഇവന് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാരും മിണ്ടായിരിക്കേ, ഞാൻ നോക്കാം. അമൂല്യ, നീ കറക്റ്റ് ആയിട്ട് കാണിക്കേ. നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഞാൻ കണ്ടുപിടിക്കാം. നമ്മുടെ ടീം തോറ്റു. കളിയുടെ നിർത്തിയാലോ? അമൂല്യ, ഐ ലവ് യു. അമൂല്യ, ഐ ലവ് യു. ഇതാണ് ലവ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ് അമൂല്യ, ഐ ലവ് യു എന്ന്. ആ മതി കളിയാ. ഭാഗ്യം കൊണ്ട് ജയിച്ചതല്ല, വേറൊന്നുമല്ല. അമൂല്യ, ഐ ലവ് യു. അമൂല്യ, ഐ ലവ് യു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. നീ പോക്കും. എവിടേക്കാ ചേച്ചി? വേദാന്തേട്ടനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഏയ് വെറുതെ ചുമക്കല്ലേ. എനിക്ക് അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാ പോകുന്നേ. നീയേ ആ കുരങ്ങിന്റെ കൂടെ കൂടിയാ ഇങ്ങനെയായത്.
നിനക്കേ വിക്കി ചേട്ടന്റെ ആരതി ചേച്ചിയുടെയും ബാധ കയറിയെന്നാ തോന്നുന്നു. ശരി, നീ പോയേ. നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ. ഇരുന്നിട്ട് കാല് വെള്ളത്തിൽ മുക്കി വെക്കേ, നല്ല എനർജി കിട്ടും. വേദാന്ത്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? പെർമിഷൻ ഇല്ലാതെ ഞാൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചില്ലേ, അത് മാത്രമല്ല എന്നെ വിശ്വസിച്ച് എന്റെ ഗേൾഫ്രണ്ടായി ആക്ട് ചെയ്യുന്നുമില്ലേ, എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നില്ലേ, അതിന്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തേലും തെറ്റായിട്ട് പറഞ്ഞോ ഞാൻ? പിന്നെ എന്താ നീ നോക്കിയിരിക്കുന്നേ? നിന്റെ ഒറിജിനൽ സ്വഭാവം എന്താ കാണിക്കാത്തത്? എക്സ്ക്യൂസ് മീ, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ. ഒന്നുമില്ലാന്ന് എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. തീർച്ചയായിട്ടും എന്തോ കാര്യമുണ്ട്. എന്താന്ന് പറ. ഒന്നുമില്ല. ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, എന്താന്ന് പറ. മനസ്സിൽ മൊത്തം കള്ളത്തരാ. നിന്റെ ഗേൾ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്തതിന് നീ എന്നോട് താങ്ക്സ് പറഞ്ഞില്ലേ? അത് ശരിക്കും ആണോ അതോ വെറുതെ ആണോ? അത് പോട്ടെ, റൗഡി കുച്ചിത് എങ്ങോട്ട് പോയി? ഇതുവരെ കണ്ടില്ലല്ലോ. എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വേദാന്തയുടെ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടനെ കണ്ടുടനെ അമ്മു ചേച്ചി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന കണ്ടു. അല്ല, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്തിനാ ചേട്ടാ ഇപ്പൊ പെട്ടെന്ന് ഞെട്ടി എണീറ്റത്? അല്ല, നമ്മളെല്ലാവരും അവര് ആക്ട് ചെയ്യാണെന്നല്ല വിചാരിച്ചത്. പക്ഷെ അവര് ശരിക്കും ക്ലോസ് ആയിട്ട് തന്നെയാ സംസാരിക്കുന്നത്. പ്രൈവറ്റ് ആയി സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം കാരണമായിട്ടുള്ള ലിങ്ക് എക്സ്പേർട്ട് ആദ്യത്തെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരുടെ ഗതി എന്താവുമെന്ന് ഇദ്ദേഹം തന്നെ പറയേണ്ടതാണ്. അവര് രണ്ടുപേരും എന്റെ ഫേവറേറ്റ് കപ്പിൾസാ. അവര് രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിട്ടല്ലേ മുത്തശ്ശിയോട് അവർ രണ്ടുപേരും പ്രണയിക്കുകയാണെന്ന് ഞാൻ സിറ്റിംഗ് വെച്ചത് തന്നെ. നല്ല കാര്യം ചെയ്താതിയാ, അതുകൊണ്ട് ഞങ്ങൾക്കേ ഗുണമുള്ളൂ. ഇതിന് നിനക്കെന്ത് ലാഭം? ഞങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും. ഇവർ രണ്ടാളും ഒരു ജീവനും 2 ദേഹോട്ട് നടക്കുമായിരുന്നല്ലോ. ചേച്ചി അനിയത്തിയും ഒരേ വീട്ടിലോട്ട് തന്നെ കല്യാണം കഴിച്ചു വന്നാ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരിക്കില്ലേ? നിങ്ങൾ എല്ലാവരും വെറുതെ ഒരു ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നതാ. ചെറിയൊരു കാര്യം കിട്ടിയ പോലും വലിയ രീതിയിൽ വഴക്കുണ്ടാക്കും. ആ വഴക്ക് തന്നെയായിരിക്കും ഇരുവരെ ഒന്നിപ്പിക്കുന്ന ആരതി. വഴക്കിന്റെ അവസാനം പ്രേമം തന്നെയല്ലേ? അത് മറ്റുള്ളവരുടെ കാര്യത്തില് ശരിയായിരിക്കും, പക്ഷേ ഇവരുടെ കാര്യത്തില് സംശയമാണ്. എന്തെങ്കിലുമൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തിനാ വെറുതെ അത് വലിയ കാര്യാക്കുന്നത്? എന്റെ പൊന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ചിലപ്പോ ശരിയായിരിക്കും. ചാൻസേ ഇല്ല വിക്കി ചേട്ടാ. മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിച്ച് അവർ രണ്ടുപേരും ക്ലോസ് ആവുക തന്നെ ചെയ്യും. ലവ് ആവുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാ. എന്റെ ആദ്യം പറഞ്ഞത് കേട്ടില്ലേ? അതായിരിക്കും കറക്റ്റ്. അതാണ് ജഡ്ജ്മെന്റ്. എന്ന് വെച്ചാ അതെന്താന്നാ ചോദിച്ചേ? വെറും ആക്ടിംഗ് ആണെന്ന് ചോദിച്ചാ അതിന്റെ മീനിങ് എന്താ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഒന്നുമില്ലെങ്കിൽ നീ എന്തിനാ പിന്നെ അങ്ങനെ ചോദിച്ചേ? കാര്യം എന്താന്ന് പറ.
അല്ല നിനക്ക് പെണ്ണുങ്ങളെ ഇഷ്ടവേ അല്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. ശരി ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണുമ്പോ എന്താ കംഫർട്ടബിൾ ആയി ആക്ട് ചെയ്യുന്ന കണ്ടിട്ട് കളിയാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണോ? എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള ഡൗട്ടാണോ നിനക്ക്? എന്തൊരു കഷ്ടം ഇത്. ഞാനെപ്പോഴും നിങ്ങളോട് അങ്ങനെ പറഞ്ഞേ? ചക്കെന്ന് പറയുമ്പോ നിങ്ങൾ കൊക്കുന്നാണല്ലോ കേൾക്കുന്നേ. എന്തിനാ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നേ? നീ ചോദിച്ച ടോൺ അങ്ങനെയായിരുന്നു. നിനക്ക് ചിലപ്പോ അങ്ങനെ തോന്നിക്കാണും. എന്നാ എന്റെ ചോദ്യത്തിന്റെ അർത്ഥം അതല്ല. ശരി, നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? പെണ്ണുങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത നീ, അതുമാത്രല്ല എപ്പ എന്നെ കണ്ടാലും മുഖം തിരിക്കുന്ന നീ എങ്ങനെയാ ഇത്ര കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കുന്നെന്നാ ഞാൻ ചോദിച്ചേ. അതെ, നീ പെണ്ണല്ല, നിന്നെ കണ്ട പെണ്ണാണെന്ന് തോന്നില്ല. നിനക്ക് പെണ്ണിന്റെ സ്വഭാവമല്ല. ഇങ്ങനെയൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട. എന്തിനാ ഇപ്പൊ ചിരിച്ചേ? അതല്ല നീ പറയാൻ വന്നേ? വേണ്ട, നോക്ക, ഞാനത്ര പാവമൊന്നുമല്ല. വെറുതെ എന്നെ ഇങ്ങനെ കളിയാക്കാൻ നിക്കല്ലേ. ദേ താഴെ നോക്ക്, മുഴുവൻ വെള്ളം. നിന്നെ ഞാൻ അതിലേക്ക് പിടിച്ചങ്ങ് മുക്കി അങ്ങ് കൊല്ലും. ഒന്ന് മിണ്ടാതിരിക്കോ? എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ കളിയാക്കി ഞാൻ വെറുതെ ഇരിക്കില്ല. ഇതിനെയാ ഓവർ ആക്ടിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ വന്ന് വേറെ കാര്യോ? വേറെ കാര്യോ? അയ്യോ, ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു. ഒരു സംശയവുമില്ല, നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് അതുപോലെ തന്നെ ഇരിക്കൂ. ഇതാദ്യമായിട്ടാ തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ നീ എനിക്ക് കൗണ്ടർ തന്നത്. സാരമില്ല, ഈ പ്രാവശ്യം ജയിച്ചത് നീ തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. അതൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്താ? ഇവിടെ അവാർഡ് വല്ലതും തരുമോ? അതൊക്കെ പോട്ടെ, നീ വേറെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ? ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞ, എനിക്ക് അമ്മയെ ആദ്യം കഴിഞ്ഞിട്ട് മറ്റേത് പെണ്ണ് അടുത്ത് വന്നാലും വളരെ ഇറിറ്റേറ്റിംഗാ. അടുത്ത് വരുന്നു പോട്ടെ, എനിക്ക് സംസാരിക്കാൻ പോലും എന്തോ വെറുപ്പ് തോന്നും. ആദ്യമായിട്ട് ഞാൻ നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരിക ചെയ്തേ, വല്ലാണ്ട് ഇറിറ്റേഷനായി. നിന്റെ കൂടെ വഴക്കിട്ടപ്പോ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ എനിക്ക് തോന്നിയത്. പക്ഷെ നീ ഒരു പെണ്ണല്ലേ, ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും നിനക്ക് സപ്പോർട്ട് ഉണ്ടാവും. അതറിയാലോ. പക്ഷേ നമ്മൾ എപ്പോ വഴക്കിട്ടാലും നമ്മുടെ വേവ് ലെങ്ത് നല്ല മാച്ചാ. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിന്റെ ഒപ്പം നല്ല കംഫർട്ടബിളാ. എന്റെ പെണ്ണ് ഐ മീൻ എന്റെ വീട്ടിലെ സ്ത്രീകളെ പോലെ തോന്നി. ബാക്കി പറ വേദൻ, ബാക്കി പറ. കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. ഹലോ, കൂടുതൽ ഇമാജിൻ ഒന്നും ചെയ്യണ്ട, പോവാൻ നോക്ക്. ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ആ പിന്നൊരു കാര്യം, ഔട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് നാളെ ഓഫീസിൽ ലേറ്റ് അയക്കരുത്. എന്ത് ഓഫീസോ? എന്റെ പൊന്ന് ദൈവമേ, സത്യം പറയാലോ, ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് നാളെ എന്നെ ഫോൺ വിളിച്ച് ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയാനല്ലേ? ഒരു തമാശ പറഞ്ഞ പോലെ നിനക്ക് മനസ്സിലാവില്ല, ഇങ്ങനൊരു പൊട്ടത്തി. ചേച്ചി എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ചേച്ചി കേട്ടോ ഒരു പ്രേതത്തിന്റെ ശബ്ദം? അവിടെ ഒന്നും ഇല്ല അഞ്ചു. അവിടെ പ്രേതമുണ്ട്. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കും.